മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജാനമ്മയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള പേടിയുമുണ്ട്. ജാനമ്മയെ കാണുന്ന അനന്തു ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഇതേ നോക്ക് ആള് വന്നിട്ടോ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ജാനമ്മയാണെങ്കിൽ ആകെ അമ്പരപ്പോടുകൂടി തന്നെ കണ്ണനെ നോക്കുകയാണ്. കണ്ണനാണെങ്കിൽ ജാനമ്മയോട് വന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്ക് പാലില്ലാത്തത് കൊണ്ടാണ് അതിന് വേറൊരു അറേഞ്ച്മെൻറ്റ് നോക്കിയത്, പക്ഷേ കുഞ്ഞിന് അമിതമായിട്ട് പാല് കൊടുക്കരുത്. അപ്പോൾ ജാനമ്മ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ സാറേ എന്ന്. ഇത് കേട്ടുവരുന്ന മഹി പറയുന്നു, തൽക്കാലം ഒന്നും പറ്റിയില്ല, ഇന്നലെ കുറച്ചു നേരം അടുത്തുള്ളൊരു ക്ലിനിക്കിലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും വിഷമുള്ളിൽ ചെന്നിട്ടും കുഞ്ഞിനൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ എന്ന്. മഹി പറയുന്നുണ്ട്, ജാനമ്മ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ജാനമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ ജാനമ്മ പറയുന്നു, ഞാൻ വന്നതിന് ശേഷം കുഞ്ഞു നന്നായി ഉറങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഇപ്പം മിടുക്കി കുട്ടിയായിട്ടിരിക്കുകയാണ്, എന്നാൽ പിന്നെ ജാനമ്മ പോയി മോളെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ് ജാനമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് കുഞ്ഞിനെ. ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ജാനമ്മ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസമായി. എങ്കിലും വീട്ടിലുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ ആവുകയാണ് ജാനമ്മ. പിന്നീട് കണ്ണനാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, ലേഖയോട് പറയണം ആ ജാനമ്മയെ വെറുതെ വഴക്കു പറയരുതെന്ന്. കുഞ്ഞിന് ഇന്നലെ വയ്യാതെ ആയപ്പോൾ മുതൽ ജാനമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലേഖ. ഇത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ജാനമ്മയെ വെറുതെ വേദനിപ്പിക്കരുതെന്ന്. അപ്പോൾ മഹി പറയുന്നുണ്ട്, അവർ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊന്നും ലേഖയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ പറയും. കുഞ്ഞുങ്ങൾ ഇത്ര ഇഷ്ടമുള്ള ലേഖയ്ക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും അനന്തുവേട്ടൻ താല്പര്യം എടുത്ത് അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് മഹി പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇനി അതൊന്നും ശരിയാവില്ല, ഇനിയിപ്പോൾ അതിനൊരു കാരണവശാലും ലേഖ സമ്മതിക്കുകയും ചെയ്യില്ല. നീലമോളെ കാണാനുള്ള അവസരം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവൾക്ക് കൊടുത്താൽ മാത്രം മതിയെന്ന് അനന്ത് കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് ജാനമ്മയുടെ മരുമകളാണെങ്കിൽ ചവറിനെല്ലാം തീ കൊടുക്കുകയാണ്. അതേസമയം രമണി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ജാനമ്മയുടെ മോനാണെങ്കിൽ അവിടേക്ക് വരുന്നു. കാലിൽ എന്തോ കടിച്ചെന്ന് പറയുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുന്നുണ്ട്. അതേസമയം കടിച്ചത് മൂർഖനാണെന്ന് വന്ന് മറ്റൊരാൾ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവരാജൻ ആകെ ടെൻഷൻ ആകുന്നു. അതേസമയം തന്നെ രമണിയുടെ ഫോണിലേക്ക് ജാനമ്മ വിളിക്കുകയാണ്. ജാനമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ചേട്ടൻ്റെ കാലിൽ മൂർഖം കടിച്ചു എന്ന് പറയുന്നത് കേട്ട ജാനമ്മ ആകെ ഷോക്കായി പോകുന്നു. ഞാൻ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞ് രമണി ഫോൺ കട്ട് ചെയ്യുന്നു. ജാനമ്മ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അതേസമയം മഹി ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്തുപറ്റി ജാനമ്മ എന്ന് ചോദിക്കുന്നു. എൻ്റെ മോനെ പാമ്പ് കടിച്ചു മൂർഖൻ എന്ന് പറഞ്ഞ് ജാനമ്മ പൊട്ടിക്കറിയാണ്. ഇത് കേൾക്കുന്ന മഹി ആണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. ഞാനെന്നാൽ വീട്ടിലേക്ക് പോയിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ യാത്രയാകുന്നു. അതേസമയം മഹി ആണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, പൈസ എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ ജാനമ്മ പോകുന്നു. പുറത്തിറങ്ങിയ ജാനമ്മയാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, വിഷമുള്ളിൽ ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, പക്ഷേ ദേവരാജനെ വിഷം തീണ്ടി എന്ന് പറഞ്ഞ സങ്കടത്തോടെ പോകുന്നു. പിന്നീട് കരുണയാണെങ്കിൽ വിവരങ്ങളൊന്നും അറിയാതെ ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ദുർഗയാണെങ്കിൽ അവിടേക്ക് വരുന്നു. ദുർഗയ്ക്കാണെങ്കിൽ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കരുണയുടെ ഈ ടെൻഷനെല്ലാം കണ്ടിട്ട്. പിന്നീട് മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കണ്ണനാണെങ്കിൽ കമലേശ്വരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ലേഖയാണെങ്കിൽ കുഞ്ഞിനെ കൈമാറുന്നത് മഹിക്ക്. അങ്ങനെ കണ്ണനും മഹിയും കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നതെല്ലാം നോക്കി സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അനന്തവും ലേഖയും. ലേഖയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ലേഖയുടെ സങ്കടം കാണുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, മഹി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കണ്ണൻ്റെ തറവാട്ടിൽ നിർത്തുന്നത് ഒട്ടും സേഫ് അല്ലാത്തത് കൊണ്ടാണ് കണ്ണൻ മഹിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, പക്ഷെ അത് ഇത്രത്തോളം അപകടമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് അനന്ത് പറയുമ്പോൾ ലേഖ ചോദിക്കുന്നുണ്ട്, എന്ത് അപകടമാണെന്ന്. അനന്ത് പറയുന്നുണ്ട്, മഹാലക്ഷ്മിയാണ് ആ കുഞ്ഞിന്റെ അമ്മയെന്ന് താൻ ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല, അത് തന്നെയാണ് തന്റെ പ്രശ്നമെന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ അവരെയും കൂട്ടി കമലേശ്വരത്ത് എത്തുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കരുണയാണ് മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. മഹാലക്ഷ്മിയും കുഞ്ഞും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ നടന്നത്, ആ കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നു. അങ്ങനെ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് കരുണ തന്നെയാണ് ഡോറെല്ലാം തുറന്നു കൊടുക്കുന്നത്. കണ്ണനെയും മഹിയെയും കാണുന്ന കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവർക്ക് മുന്നിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കരുണ. ഇവരെ കാണുന്ന ദുർഗയാണെങ്കിൽ ഓടി വന്ന് തന്നെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു.
ഇതേ സമയം ദുർഗ പറയുന്നുണ്ട്, ഇവൾക്കുണ്ടല്ലോ നിങ്ങൾ രണ്ടാളും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തുറന്നടിക്കുന്നത് കേട്ട് ദുർഗയെ വളരെ ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന കരുണയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡെല്ലാം വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.